നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, താലി കെട്ടിയവന്റെ ഉത്തരവാദിത്വം ഞാൻ കാണിച്ചു. ഇനി താലി കഴുത്തിലുള്ളവളുടെ ഉത്തരവാദിത്വം നീയും കാണിക്കണം. കേട്ടോ? ഇന്ന് ഒരു കാരണവശാലും കണിമംഗലത്ത് നിൽക്കാൻ പാടില്ല. ഇന്ന് തന്നെ തിരിച്ചു പോണം. എന്റെ ജീവിതം തൊലച്ചിട്ട് ഇവിടുന്ന് പോകുന്ന നിർബന്ധമുണ്ടോ? ഇന്ന് പോയിക്കോണം ഇവിടുന്ന്. ഇതെന്തു പറ്റി പ്രിയങ്കമോക്ക്? മോനെ, പൂജയൊക്കെ നന്നായിട്ട് നടന്നോ? എല്ലാം ഭംഗിയായിട്ട് നടന്നമ്മേ. സത്യത്തിൽ പൂജയിൽ പങ്കെടുത്തുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. എന്താ അത്? മനസ്സിലുള്ള കാര്യങ്ങള് ചിലരോട് വ്യക്തമായിട്ട് പറയാൻ പറ്റി. മുത്തശ്ശി, ഞാനെന്നാ ആറ്റുവാശ്ശേരിയിലേക്ക് പൊക്കോട്ടെ. അതെന്തു പോക്ക? വരുണിന് വേണ്ടിയുള്ള പൂജകളുടെ അവസാനം നാളെ കുടുംബക്ഷേത്രത്തിൽ നടക്കുവല്ലേ? അതിന് മോളില്ലാതെ എങ്ങനെ? അല്ല, അതിന് നിങ്ങളെല്ലാവരോട് പോയാ മതി. ഞങ്ങളെല്ലാവരും കൂടി പോയാല് ഈ പൂജ പൂർത്തിയാവൂ? കാര്യങ്ങള് കണ്ടറിഞ്ഞ് ചെയ്യാൻ മോള് കൂടി വേണ്ടേ? അല്ലേ പത്മിനി? അതെ. നാളത്തെ പൂജ കൂടി കഴിയട്ടെ മോളെ, എന്നിട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അത് മതി. ദൈവം തീരുമാനിച്ചു കൂട്ടിച്ചേർത്തത് തെന്നി മാറാനൊന്നും പോകുന്നില്ല. രാധിക, അതെ, താലി കെട്ടിയവന്റെ ഉത്തരവാദിത്വം ഞാൻ കാണിച്ചു. ഇനി താലി കഴുത്തിലുള്ളവളുടെ ഉത്തരവാദിത്വം നീയും കാണിക്കണം. കേട്ടോ? ആരുമില്ല, പൊക്കോ പൊക്കോ. മാഡം, എന്താ നീ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞത്? ചിലപ്പോ എന്റെ ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം. പക്ഷേ അതങ്ങനെയാണെന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പിക്കാൻ പറ്റുന്നില്ല. മനസ്സിൽ തോന്നിയത് എന്താന്ന് വെച്ചാ പറ, എന്നിട്ട് നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ഇന്ന് ശ്യാമ മാഡം മ്യൂസിക് ക്ലാസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ശ്യാമ മാഡത്തിനോട് സംസാരിച്ചിരുന്നു. എനിക്ക് കുറെ സൈൻ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കൂടെ മ്യൂസിക് ക്ലാസ്സിലേക്ക് വരാം, അവിടെ വെച്ച് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ വളരെ നിർബന്ധപൂർവം ശ്യാമ മാഡം അത് വിലക്കി. അതുകൊണ്ട് എനിക്ക് ഇതാണോ കാര്യം? ഈ കാര്യം ശ്യാമ എന്നോടും പറഞ്ഞിട്ടുണ്ട്. ശ്യാമ മ്യൂസിക് സ്കൂൾ തുടങ്ങിയത് തന്നെ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുക, പിന്നെ ശ്യാമയുടെ മനസമാധാനത്തിന് ഒരിടം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാ. കണക്കുകളുമായിട്ട് മാലിനി അവിടെ ചെല്ലുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ ചിന്തിക്കുമ്പോ ശരിയാണ് മാഡം. ഒരു കാരണവശാലും സ്കൂളിലേക്ക് വരരുതെന്ന് പറഞ്ഞ ആ ഷാർപ്നെസ് ഉണ്ടല്ലോ, അത് ശ്യാമ മാഡത്തിൽ എനിക്ക് പരിചയമുള്ളതല്ല. എന്തോ സ്കൂളിൽ നമ്മൾ ചെല്ലരുതെന്ന് മാഡത്തിന് വാശിയുള്ളതുപോലെ എനിക്ക് തോന്നി. ശ്യാമ മാഡത്തിന്റെ എല്ലാ കാര്യങ്ങളും ഐശ്വര്യ മാഡത്തിന് അറിയാം. അറിയാത്തത് ഈ മ്യൂസിക് സ്കൂളിന്റെ കാര്യം മാത്രമാണ്. ഒരുപക്ഷെ മാഡത്തിന് അറിയാത്ത എന്തെങ്കിലും രഹസ്യം അവിടെ ഉണ്ടെങ്കിലോ? മാലിനി, ചില ചുമതലകൾ നിന്നെ ഏൽപ്പിക്കുമ്പോ അത് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. ബട്ട് നൗ ഐ ആം കൺവിൻസ്ഡ്. എന്നെക്കാളും സൂക്ഷ്മതയുണ്ട് നിനക്ക് ശ്യാമയുടെ കാര്യത്തില്. താങ്ക് യു മാഡം. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. മാലിനി ചിന്തിക്കുന്നത് പോലെ ആ മ്യൂസിക് സ്കൂളിൽ ഏതെങ്കിലും ഭൂതത്താൻ ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ? മാഡം എന്നെ കളിയാക്കിയതാണോ? അല്ല, ശ്യാമയുടെ കാലടികളെ ഞാൻ പിന്തുടരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇന്ന് വരെ എന്റെ കണക്കുകൂട്ടലിനപ്പുറത്തേക്ക് ശ്യാമ ഒരു കാലടിയും വെച്ചിട്ടില്ല. പക്ഷേ ശ്യാമയുടെ ഈ ശ്രീകൃഷ്ണപുരം കണക്ഷൻ ഉണ്ടല്ലോ, അവിടുത്തെ അമ്പലം, പൂജാരി, അവിടെ മുതൽ ഇങ്ങോട്ട് ചിലത് പതിഞ്ഞിട്ടില്ല.
ശ്യാമയുടെ സങ്കടമാണ് അതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അത് ശ്യാമയുടെ അതിസാമർഥ്യമാണെങ്കിൽ നമ്മൾ ഒട്ടും വൈകാൻ പാടില്ല. സ്കൂളിന്റെ ഡീറ്റെയിൽസ് മാലിനി ഒന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. വേർതിരിച്ച് പറയാൻ പറ്റില്ല. ശ്യാമയുടെ അതേ ശബ്ദം. എന്ത് നന്നായിട്ടാ പാടുന്നേ. എടുത്തി വാ. വരും. ആ മോളെ, ഇതെന്റെ ഫ്രണ്ടാ അമൃത. ഓ, കുറച്ചു നാളത്തേക്ക് സ്കൂളിന്റെ കാര്യങ്ങൾ നോക്കാൻ അശ്വതി ഉണ്ടാവില്ല. പകരം അമൃതയായിരിക്കും ചാർജ്. എന്താ മാഡം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.